വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകം പീറ്റർ ലിഞ്ചും ജോൺ റോത്ത്ചൈൽഡും ചേർന്ന് എഴുതിയ ഒരു അതുല്യമായ നിക്ഷേപ നിർദ്ദേശ ഗ്രന്ഥമാണ്. ലിഞ്ചിന്റെ വളരെയധികം വിജയകരമായ നിക്ഷേപ ചരിത്രത്തിൽ നിന്ന് അവലോകനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പുസ്തകം ഓഹരികളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ നിക്ഷേപകർക്ക് സ്നേഹപൂർവ്വം എഴുതപ്പെട്ട ഒരു ഗൈഡാണ്. ലിഞ്ച് തന്റെ വ്യക്തിപരമായ നിക്ഷേപ തന്ത്രങ്ങൾ, വിപണിയെ വായിക്കുന്ന മാർഗങ്ങൾ, കമ്പനി അളക്കാനുള്ള ക്രമങ്ങൾ എന്നിവ വ്യക്തമായി വിശദീകരിക്കുന്നു. നിക്ഷേപത്തിലൂടെ നല്ല കരിയർ സൃഷ്ടിക്കാൻ സാധാരണ ആളുകൾക്ക് കൂടുതൽ സാധ്യതകളുണ്ടെന്ന് ലിഞ്ച് തെളിയിക്കുന്നു. ഒരു നിക്ഷേപ വിദഗ്ധന്റെ 1000 ശബ്ദങ്ങളെക്കാൾ നിങ്ങളുടെ നേരിട്ടുള്ള അറിവും അനുഭവവും വിലയേറിയതാണ് എന്ന ചിന്ത ഈ പുസ്തകത്തിൽ കേന്ദ്രഭാവിയായി നിലകൊള്ളുന്നു. ഓഹരി വിപണി എങ്ങനെ പ്രവർത്തിക്കുന്നു, കമ്പനികളുടെ സാമ്പത്തിക കണക്കുകൾ എങ്ങനെ പരിശോധിക്കാം, വ്യത്യസ്ത തരം ഓഹരികളുടെയും മേഖലകളുടെയും സാധ്യതകൾ എന്നിവയെക്കുറിച്ച് ലിഞ്ച് വളരെയധികം വസ്തുനിഷ്ഠവും ലളിതവുമായ ഭാഷയിൽ വിവരിക്കുന്നു. ടേൺറൗണ്ട്സ്, സ്റ്റാർട്ടർ സ്റ്റോക്കുകൾ, ഡിവിഡൻഡ് പേറുകൾ എന്നിവയുടെ സ്വഭാവങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ വളരെ വിശദമായി വായനക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പുസ്തകത്തിന്റെ മുഖ്യ സന്ദേശം എളുപ്പമാണ്. നിക്ഷേപം ഒരു ബുദ്ധിമാനായ ദീർഘകാല പ്രവർത്തനമാണ്. ഹ്രസ്വകാല ചാഞ്ചാട്ടങ്ങളിൽ നിക്ഷേപകർ പിടിവശം നിൽക്കേണ്ടതില്ല. സ്ഥിരതയും അടിസ്ഥാന സവിശേഷതകളും ബോധപൂർവമായ പഠനവും വിജയകരമായ നിക്ഷേപത്തിനായുള്ള വഴിയാണ്. ലിഞ്ച് ഒരു സാധാരണ നിക്ഷേപകനായും ഓഹരിയിൽ വിജയം കൈവരിക്കാമെന്ന് തികച്ചും പ്രത്യക്ഷമാക്കുന്നു. വിപണി സംബന്ധിച്ച വ്യക്തമായ വിവരണം, ലളിതമായ ഉദാഹരണങ്ങൾ, പ്രായോഗിക നിർദ്ദേശങ്ങൾ എന്നിവ ഈ പുസ്തകത്തെ ഒരു നിക്ഷേപകർക്കുള്ള വഴികാട്ടിയായി മാറ്റുന്നു. വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് വായിച്ച് നിക്ഷേപകന്റെ ആത്മവിശ്വാസം ഉയർത്താനും ധനകാര്യത്തിലെ അറിവുകൾ വിപുലീകരിക്കാനും കഴിയുമെന്നത് ഉറപ്പാണ്. വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന ജോൺ റോത്ത്ചൈൽഡും പീറ്റർ ലിഞ്ചും ചേർന്ന് എഴുതിയ പുസ്തകത്തിൽ മൊത്തം 20 അധ്യായങ്ങളുണ്ട്. അവയെല്ലാം താഴെ നൽകിയിരിക്കുന്നു. 1. നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഗുണകരമായ അവസരങ്ങൾ. 2. വാൾ സ്ട്രീറ്റ് പരാജയപ്പെടുന്നതെങ്ങനെ. 3. നിക്ഷേപ മേഖലയിലേക്കുള്ള ആദ്യപടികൾ. 4. നിങ്ങൾ എന്തിനുള്ളിൽ നിക്ഷേപിക്കുന്നു എന്ന് മനസ്സിലാക്കുക. 5. കമ്പനികളുടെ 6 തരം. 6. മികച്ച സ്റ്റോക്ക് കണ്ടെത്തുന്നതിനുള്ള പ്രാഥമിക വിവരങ്ങൾ. 7. കമ്പനികൾ വളരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 8. മികച്ച സ്റ്റോക്കുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന എൻ്റെ 13 റൂൾസ്. 9. താൽക്കാലിക പ്രശ്നങ്ങൾ ഉള്ള കമ്പനികളെ കണ്ടെത്തുക. 10. അഗാധമായ പഠനത്തിന്റെ ഗുണങ്ങൾ. 11. കമ്പനിയുടെയും വ്യവസായത്തിന്റെയും ഭാവി. 12. ഡീറ്റെയിലുകൾക്കും നേർവായനയ്ക്കും മുൻഗണന നൽകുക. 13. സ്റ്റോക്ക് വിലയുടെ ഗണിതശാസ്ത്രം. 14. ബാർഗൈനുകൾ കണ്ടുപിടിക്കുക. 15. സൂചികകളും റിപ്പോർട്ടുകളും. 16. വിപണിയുടെ വ്യത്യസ്ത ഘട്ടങ്ങൾ. 17. നിക്ഷേപകരുടെ പെരുമാറ്റം. 18. സാങ്കേതികതയെ ആശ്രയിക്കുന്ന നിക്ഷേപം. 19. ധനവും വൈരുദ്ധ്യങ്ങളും. 20. വിജയകരമായ നിക്ഷേപത്തിന്റെ അന്തിമ മാർഗനിർദ്ദേശങ്ങൾ. ഈ പുസ്തകം നിക്ഷേപത്തിൽ തുടക്കക്കാർക്കും പരിചയസമ്പന്നർക്കും ഒരുപോലെ പ്രചോദനമേകും. വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പീറ്റർ ലിഞ്ചിന്റെയും ജോൺ റോത്ത്ചൈൽഡിന്റെയും മികച്ച സാമ്പത്തിക ഗ്രന്ഥത്തിൽ ആദ്യ അധ്യായം പ്രോലോഗ്, എ നോട്ട് ഫ്രം അയർലൻഡ്, ഒരു പ്രത്യേകമായി ആകർഷകമായ തുടങ്ങലാണ്. ഈ അധ്യായം പീറ്റർ ലിഞ്ചിന്റെ വ്യക്തിപരമായ അനുഭവങ്ങളും നിക്ഷേപത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രാഥമിക വീക്ഷണവും പങ്കുവയ്ക്കുന്നു. ഇരിഷ് നാട്ടിൻപുറങ്ങളിൽ ലിഞ്ച് അനുഭവിച്ച അനുഭവങ്ങൾ, മിതമായ ജീവിതശൈലിയും നിക്ഷേപത്തിലെയും ബന്ധത്തെ അദ്ദേഹം വിശദീകരിക്കുന്നു. പണമുള്ളവരും സാധാരണക്കാരും തമ്മിലുള്ള തുലനവും, ധനകാര്യ സാധ്യതകളെക്കുറിച്ചുള്ള ജനങ്ങളുടെ വ്യത്യസ്ത സമീപനങ്ങളും, ഇൻവെസ്റ്റ്മെന്റിൽ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റിയുടെ പ്രാധാന്യവും ഈ ഭാഗത്തിൽ ഉൾക്കൊള്ളുന്നു. പണം നിക്ഷേപിക്കുന്നത് എങ്ങനെ ഏകോപിതവും ബോധപൂർവമായ പ്രക്രിയ ആക്കാമെന്ന് അദ്ദേഹം ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുന്നു. പഠനം, നിരീക്ഷണം, നിക്ഷേപ ലക്ഷ്യങ്ങൾ എന്നിവയുടെ പ്രാധാന്യത്തെ ലിഞ്ച് അയർലൻഡ് എന്ന ചട്ടക്കൂട്ടത്തിന്റെ ചാരുതയിലൂടെ ഊന്നിപ്പറയുന്നു. സാധാരണ ആളുകൾക്കിടയിലും മികച്ച ഇൻവെസ്റ്റ്മെന്റുകൾ കണ്ടെത്താനാകുന്നുവെന്ന് അവധി ദിവസം അയർലൻഡിൽ ഉത്സവങ്ങൾ ആസ്വദിക്കുന്ന സാഹചര്യത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നു. മിതമായ സംസ്കാരത്തിൽ നിന്നും നിക്ഷേപ സംബന്ധമായ പഠനങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് ലിഞ്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഈ അധ്യായം ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം സാധാരണക്കാരൻ എന്തുകൊണ്ട് നേടണം എന്ന അടിസ്ഥാനം സ്ഥാപിക്കുന്നു. ലിഞ്ചിന്റെ വ്യക്തമായ ശൈലി ഈ അധ്യായത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വായനക്കാരനെ ഒരു സന്തുലിതവും ബോധപൂർവവുമായ നിക്ഷേപ വഴിയിലേക്ക് കൈപിടിച്ചു നടത്തുന്നു. വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകത്തിലെ 2ാം അധ്യായം വായനക്കാരനെ മ്യൂച്വൽ ഫണ്ടുകളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഫണ്ട് ഹൗസിലെ ഒരു പര്യടനം എന്ന ഈ അധ്യായത്തിൽ പീറ്റർ ലിഞ്ച് മാഗല്ലൻ ഫണ്ടിൽ തന്റെ പ്രവർത്തന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇത് ഫണ്ട് മാനേജ്മെന്റിന്റെ ഉള്ളറകളിലേക്ക് ഒരു വിവരണാത്മക യാത്രയാണ്.
ലിഞ്ച് ഒരു ഫണ്ട് മാനേജർ എന്ന നിലയിൽ നേരിടുന്ന വെല്ലുവിളികളും അവസരങ്ങളും വിശദീകരിക്കുന്നു. മാഗെല്ലൻ ഫണ്ടിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം ആയിരുന്ന കൃത്യമായ ഗവേഷണവും ഗണിതശാസ്ത്രത്തിന്റെ ആഴമുള്ള ഉപയോഗവും വാചാലമായ മാർക്കറ്റ് നിരീക്ഷണങ്ങളും എല്ലാം അദ്ദേഹം ആവിഷ്കരിക്കുന്നു. അധ്യായത്തിൽ ലിഞ്ച് പലപ്പോഴും പുനരാവർത്തിക്കുന്ന ഒരു പ്രധാന സന്ദേശം വ്യക്തിഗത പരിചയങ്ങളെയും സൂക്ഷ്മ നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള നിക്ഷേപങ്ങൾ കൂടുതൽ ഫലപ്രദമാകുന്നു എന്നതാണ്. ഫണ്ട് മാനേജർമാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ സൂക്ഷ്മമായി സമാലോചന ചെയ്യപ്പെടുന്നു, അവരുടെ ഫലങ്ങൾ നിരന്തരം ചെക്ക് ചെയ്യപ്പെടുന്നു, ഈ എല്ലാ വിശദാംശങ്ങളും അദ്ദേഹം വിശദമാക്കുന്നു. ഫണ്ട് മാനേജർ തന്റെ പണിയാണ് നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ പ്രതിനിധീകരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിനാൽ തന്നെ ഫണ്ട് മാനേജർമാരിൽ നിന്ന് സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരമായ ഒരു ഫണ്ട് മാനേജർ നടത്തുന്ന വ്യക്തിഗത പരിശ്രമത്തിന്റെ ഫലമാണെന്ന് ലിഞ്ച് ഉറപ്പിക്കുന്നു. ഈ അധ്യായം വായനക്കാരനെ ഫണ്ട് ഹൗസുകളുടെ പ്രവർത്തനമുറിയിലേക്ക് നയിക്കുകയും നിക്ഷേപ ലോകം എത്ര വൃത്തി പ്രാധാന്യമുള്ളതായിരിക്കാം എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അനാവശ്യമായ ബുദ്ധിമുട്ടുകളിലേർപ്പെടാതെ നിക്ഷേപത്തിൽ വിജയിക്കാനാവും എന്ന് ഈ ഭാഗം വായിച്ചാൽ ഉറപ്പാകും. ഈ അധ്യായം സമഗ്രമായ ഒരു ഗൈഡ് ആണെന്ന് പറയാം, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ ഉത്സുകരായ വ്യക്തികൾക്ക്. 3 പീറ്റർ ലിഞ്ച് ഒരു നിക്ഷേപകനായി തയ്യാറെടുക്കുന്ന പ്രക്രിയയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ മുന്നൊരുക്കം നടത്തുന്നതിനും വിജയകരമായ നിക്ഷേപത്തിനുള്ള അടിസ്ഥാന വിവരങ്ങൾ കരസ്ഥമാക്കുന്നതിനും ഈ അധ്യായം സഹായകമാണ്. ലിഞ്ച് നൽകുന്ന പ്രധാന പാഠം എളുപ്പമാണ്: നിക്ഷേപിക്കുന്നതിന് മുൻപ് വ്യക്തി തന്റെ സാമ്പത്തിക നില മനസ്സിലാക്കണം. ചെലവുകൾ കുറയ്ക്കുക, കടങ്ങൾ അടയ്ക്കുക, അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തുക ഒരു മാറ്റിവെച്ച ഫണ്ടായി നിക്ഷേപിക്കുക എന്നിവയാണ് ആദ്യമായുള്ള നിർദ്ദേശങ്ങൾ. ഓഹരികൾ തിരഞ്ഞെടുക്കാൻ മുമ്പ് വിപണി അടിസ്ഥാനപരമായ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയുക നിർണായകമാണ്. ലിഞ്ച് പറയുന്നതനുസരിച്ച് നിക്ഷേപകർക്ക് കണക്കുകൾ വായിക്കാനും കമ്പനിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കാനും കഴിയണം. പൊതുവായി ഓഹരികൾ ഡൗൺ ആയിരിക്കുമ്പോൾ പുഞ്ചിരിയോടെ വിപണിയിൽ ചേരാനാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത്. കമ്പനികളുടെ വളർച്ചാ പ്രവണതകൾ വിലയിരുത്തുന്നതിനുള്ള പീറ്റർ ലിഞ്ചിന്റെ വ്യാപാരത്തിൽ പ്രാവീണ്യം നിഷ്കർഷിക്കുന്നു. നിക്ഷേപങ്ങൾക്ക് മുൻപ് കമ്പനി നടത്തുന്ന ബിസിനസ് മോഡൽ, വരുമാനത്തിന്റെ ഉറവിടങ്ങൾ, വിപണി സാധ്യതകൾ, മത്സരങ്ങൾ എന്താണ് എന്നിവ പഠിക്കുക എന്നതാണ് ഈ അധ്യായത്തിന്റെ മുഖ്യാത്മകമായ ഭാഗം. ലിഞ്ചിന്റെ ഭാഷയിൽ, ഇതിഹാസ സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾ നേരത്തെ കണ്ടെത്തിയ അനുഭവങ്ങളിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ഈ അനുഭവം കണ്ണുകൾ തുറക്കുക എന്നായി വിശേഷിപ്പിക്കുന്നു. നമുക്ക് നേരിട്ട് പരിചയമുള്ള ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, ജീവിതശൈലി ട്രെൻഡുകൾ എന്നിവ മുതൽ നിക്ഷേപ സാധ്യതകളുടെ തിരയലിന് തുടക്കമിടാം. നിക്ഷേപിക്കുക എളുപ്പമെന്ന് പലരും കരുതുമെങ്കിലും കൃത്യമായ ഉപാധികളും വിവരങ്ങളുമില്ലാതെ കാൽമുട്ടുന്നവരെ പറ്റുന്ന പിഴവുകൾ വ്യക്തമാക്കുകയാണ് ലിഞ്ച് ഈ അധ്യായത്തിൽ. അവസാനമായി, നിക്ഷേപിക്കുന്നത് ഒരു ദീർഘകാല പ്രക്രിയയാണെന്നും ഉത്തരവാദിത്തത്തോടെ സമീപിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായം നിക്ഷേപത്തിന് മുൻപുള്ള പഠനത്തിന്റെ പ്രാധാന്യവും യഥാർത്ഥ ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ഏകീകൃത മാർഗങ്ങളും വിശകലനം ചെയ്യുന്നു. നല്ല കമ്പനി കണ്ടെത്താനുള്ള കഴിവ് എല്ലായിടത്തുമുള്ളവരിൽ നിന്ന്. ജോൺ റോത്ത്സൈൽഡ്, പീറ്റർ ലിഞ്ച് എന്നിവർ ചേർന്നെഴുതിയ വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകത്തിലെ 4-ാം അധ്യായമായത് വാൾ സ്ട്രീറ്റ് ഓക്സിമോറൺസ്, വസ്തുതകളും പ്രചാരിത വിശ്വാസങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വിശദീകരിക്കുന്ന ഒരു പാഠമാണ്. ഓക്സിമോറോൺ എന്ന പദം പ്രയോഗിക്കുന്നത് സ്വഭാവത്തിൽ വിരുദ്ധമായ ആശയങ്ങളെ സൂചിപ്പിക്കാനാണ്. എന്നാൽ പീറ്റർ ലിഞ്ച് ഇതിനെ കൊണ്ടുവരുന്നത് ഫിനാൻഷ്യൽ ലോകത്തിലെ പൊളിച്ചൊതുക്കലുകളെ പരിഹസിക്കാനാണ്. പീറ്റർ ലിഞ്ച് ഇക്കോണോമിസ്റ്റുകളുടെയും ഓൺലൈൻ ഏജന്റുകളുടെയും പ്രവചനങ്ങളുടെ അസാധുതയെ ചൂണ്ടിക്കാണിക്കുന്നു. വാൾ സ്ട്രീറ്റിലെ പല മുൻനിര നിർദ്ദേശങ്ങളും പലപ്പോഴും ചെറിയ നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കുകയും അപ്രായോഗികമായി തോന്നിക്കുകയും ചെയ്യുന്നു. വിപണിയുടെ മുന്നറിയിപ്പുകൾ, ഭാവി പ്രവചനങ്ങൾ എന്നിവ നിരന്തരം പൂർണ്ണമായി വെളിച്ചത്തിൽ വരാറില്ല. അധ്യായത്തിൽ ലിഞ്ച് വിശദീകരിക്കുന്നത് പ്രൊഫഷണലുകൾക്കോ വല്ലാതായ കണക്കുകളോ നിക്ഷേപത്തിൽ തികച്ചും വിജയം നൽകുന്നില്ല എന്നതാണ്. പല സമ്പത്ത് മാനേജർമാരും ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ കോംപ്ലിക്കേറ്റ് ചെയ്ത ഭാഷ ഉപയോഗിക്കുന്നു. എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന തത്വങ്ങൾ പ്രായോഗികമായിട്ടും ആർക്കും ഉപദേശിക്കപ്പെടാറില്ല. സ്വയം പഠനത്തിന്റെ ആവശ്യം, വിപണിയുടെ പ്രവർത്തനങ്ങളെയും വളർച്ചാ സാധ്യതകളെയും കുറിച്ച് വ്യക്തിപരമായി പഠിക്കുന്നതിന്റെ പ്രാധാന്യം ലിഞ്ച് തുറന്നുകാട്ടുന്നു. ഗ്രാഹകർ സ്വയം പഠിച്ചും ലാഭകരമായ ഓഹരികൾ തിരഞ്ഞെടുക്കുകയും വേണം. വിപണിയിൽ നിന്നുള്ള പരസ്യങ്ങളെയോ മാധ്യമങ്ങളെയോ ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത് എന്നാണ് ലിഞ്ചിന്റെ ഉദ്ദേശ്യം. അധ്യായത്തിലെ ഭാഷ ലളിതവും തമാശയുമാണ്. ഫിനാൻഷ്യൽ പണ്ഡിതർ നിരന്തരം പ്രവചനം തെറ്റിക്കുന്നതിനെക്കുറിച്ചുള്ള സരസമായ നിരീക്ഷണങ്ങൾ വായനക്കാരനെ ആകർഷിക്കും.
ജോൺ റോത്ത്ചൈൽഡും പീറ്റർ ലിഞ്ചും എഴുതിയ വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകത്തിലെ 5-ാമത്തെ ചാപ്റ്റർ ആയ ഇത് ജുയാരമോ അല്ലെങ്കിൽ മറ്റെന്തോ പണ്ഡിതപരമായ രീതിയിൽ നിക്ഷേപത്തെ സംബന്ധിച്ച നിരവധി ആശയങ്ങൾ സുതാര്യമായി അവതരിപ്പിക്കുന്നു. ഈ ചാപ്റ്റർ നിക്ഷേപത്തിൽ അടങ്ങിയ അപകടസാധ്യതകളും അത് ഗാംബ്ലിംഗിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണെന്ന് വിശദീകരിക്കുന്നു. വ്യക്തികൾക്ക് നിക്ഷേപം ചെയ്യുമ്പോൾ പലപ്പോഴും ഗാംബ്ലിംഗിനോട് സാമ്യമുള്ള തോന്നലുണ്ടാകും. എന്നാൽ ലിഞ്ച് ഈ ചിന്താവിധിയെ തള്ളിക്കളയുന്നു. നിക്ഷേപം ബുദ്ധിപരമായ നിരീക്ഷണത്തിലും കാലാനുസൃതമായ പഠനത്തിലും ആശ്രയിച്ചുള്ള ഒരു പ്രക്രിയയാണ്. അതിനാൽ അത് ശരിയായ വിവരങ്ങൾ ഉപയോഗിച്ചുള്ള കൃത്യമായ തീരുമാനമെടുത്തൽ കൂടിയാണ്. മറുവശത്ത് ഗാംബ്ലിംഗ് അനിശ്ചിതത്വത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും പൂർണ്ണമായ ആശ്രയമാണെന്നും അതിന് മെച്ചപ്പെട്ട നീണ്ടകാല ഉത്തരം പ്രതീക്ഷിക്കാനാവില്ലെന്നും ലിഞ്ച് വാദിക്കുന്നു. ലിഞ്ച് നിക്ഷേപത്തിൽ നിന്നും വിജയകരമായ ലാഭം നേടാൻ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. നിങ്ങൾ നിക്ഷേപിക്കുന്ന കമ്പനികളെ പൂർണ്ണമായും പഠിക്കുകയോ അവയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. ചുരുക്കത്തിൽ, ബിസിനസ് മോഡലുകൾ, വരുമാന സ്രോതസ്സുകൾ, വിപണി സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് വലിയ വിജയം നേടാൻ സഹായകമാകും. മറ്റൊരു പക്ഷേ, താൽക്കാലിക ഉത്കണ്ഠകളിൽ മകുടപ്പെടാതെ ദീർഘകാലത്തിലേക്കുള്ള പ്രാധാന്യം നൽകുന്നതും ലാഭകരമാണ്. അവസാനത്തിൽ, നിക്ഷേപവും ഗാംബ്ലിംഗും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ലാഭത്തിനായുള്ള സമീപനമാണ്. ഗാംബ്ലിംഗിൽ അപകടവും അനുഭവവശാലും മാത്രമാണ് ഉള്ളത്. എന്നാൽ നിക്ഷേപം നിങ്ങൾക്കുള്ള നിയന്ത്രണവും പഠനവും ഉൾപ്പെടുന്ന ഒട്ടും ഭാഗ്യം ആശ്രയിക്കാത്ത ഒരു ബുദ്ധിപരമായ കളിയാണ്. ഈ ചാപ്റ്റർ വായനക്കാർക്ക് വ്യക്തമായ ഒരു ആശയം നൽകുന്നു: നിങ്ങളുടെ സാമ്പത്തിക നീക്കങ്ങൾ ബുദ്ധിപരമായി നിർമ്മിക്കൂ. നാണയത്തിന്റെ രണ്ടു വശങ്ങളും മനസ്സിലാക്കൂ. മിടുക്കനായ ഒരു നിക്ഷേപകനായി മാറുക. ജോൺ റോത്ത്ചൈൽഡും പീറ്റർ ലിഞ്ചും ചേർന്ന് എഴുതിയ വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകത്തിന്റെ 6 അധ്യായം, ദ ഫണ്ടമെന്റൽസ്, The 12 Silliest Things People Say About Stock Prices, വ്യവസായം, നിക്ഷേപം, വിപണികളുടെ ഉള്ളടക്കം എന്നിവയെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളെയും വെളിച്ചത്തിലാക്കുന്നു. ഈ അധ്യായം പൂർണ്ണമായും നിക്ഷേപകർ അവഗണിക്കേണ്ട 12 പ്രധാന തെറ്റായ വിശ്വാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പുസ്തകം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നവയിൽ പ്രഥമമായി നിക്ഷേപകരുടെ വിപണിയിൽ അതീവ ആത്മവിശ്വാസത്തോടെയുള്ള പെരുമാറ്റമാണ്. ഈ ഓഹരി ഇനി ഉയരാൻ പോകില്ല, അല്ലെങ്കിൽ ഇത് അതീവ വിലയേറ്റുകഴിഞ്ഞു പോലുള്ള പ്രസ്താവനകൾ പൂർണ്ണമായും മുൻകൂട്ടി പ്രവചിക്കാനുള്ള വിശ്വാസത്തെ വ്യക്തമാക്കുന്നു. പീറ്റർ ലിഞ്ച് ഓഹരിയുടെ വളർച്ചയുടെ സാധ്യതകളെക്കുറിച്ച് സജീവമായി പഠിക്കാതെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിർമ്മിതമായ ഭയങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കാണിക്കുന്നു. ഒരേ സമയം, എല്ലാ വെളിച്ചവും ഇപ്പോൾ ഈ സെക്ടറിലേക്കാണ് പോലുള്ള ധാരണയും ധനവിനിയോഗത്തിൽ അപകടകരമാണ്. ഈ ആശയം വിപണി പ്രവണതകളെ തെറ്റായി വിലയിരുത്തുന്നതിനും വളരെ കൂടുതൽ തുക നഷ്ടപ്പെടുന്നതിനും വഴിമരുന്നായിത്തീരുന്നു. നിക്ഷേപകർ സ്വതന്ത്രമായി ഓഹരികളുടെ അടിസ്ഥാനങ്ങൾ വിലയിരുത്താൻ പഠിക്കേണ്ടതുണ്ടെന്ന് ലിഞ്ച് നിർദ്ദേശിക്കുന്നു. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഓഹരിയുടെ വില ആകർഷകമാണ് എന്നൊരു വികാരത്തെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമായതായി സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ ഓഹരി ആകർഷകമായ നിരക്കിൽ നിന്ന് താഴേക്ക് വീണുപോകാനും സാധ്യതയുണ്ട്. അതിനാൽ അടിസ്ഥാന നിർണയവും ആഴത്തിലുള്ള പഠനവും നിർബന്ധമാണ്. ഈ ഓഹരി ഏറ്റവും മികച്ചതായി എല്ലാവരും കരുതുന്നു എന്ന പ്രചാരം ധനവിനിയോഗത്തിന് ഉയർന്ന അപകടം കൊണ്ടുവരുന്നതാണ്. ജനപ്രിയമായ ഓഹരികൾ പലപ്പോഴും കൂടുതൽ ലാഭമുണ്ടാക്കുകയല്ല, മറിച്ച് ആവേശം കുറഞ്ഞ വിപണിയിൽ പിന്നാക്കത്തിലുള്ള ഓഹരികൾ മികച്ചതാണ്. ഇത് നിക്ഷേപകരുടെ ചിന്തയിൽ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്നതും ദീർഘകാല ധനസമ്പാദന തന്ത്രങ്ങൾ രൂപീകരിക്കാൻ പ്രചോദനമാകുന്നതുമായ ഒരു അധ്യായമാണ്. ലിഞ്ചിന്റെ ദീർഘകാല അനുഭവങ്ങൾ ഈ തെറ്റായ ധാരണകളുടെ ബലഹീനത തെളിയിക്കാനുള്ള ഉദാഹരണങ്ങളായാണ്. ജോൺ റോത്ത്ചൈൽഡ്, പീറ്റർ ലിഞ്ച് എന്നിവരുടെ വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായം, ദി പെർഫെക്റ്റ് സ്റ്റോക്ക്, വാട്ട് എ ഡീൽ എന്നത് മികച്ച ഓഹരികളെ കണ്ടെത്താൻ പറ്റിയ മാർഗങ്ങൾ വിശദീകരിക്കുന്നു. ഓഹരി വിപണിയിൽ ലാഭകരമായ നിക്ഷേപത്തിനായി ശരിയായ ഓഹരികളെ കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ അധ്യായത്തിന്റെ പ്രധാന ലക്ഷ്യം. മികച്ച ഓഹരിയുടെ സവിശേഷതകൾ. പീറ്റർ ലിഞ്ചിന്റെ അഭിപ്രായത്തിൽ, പെർഫെക്റ്റ് സ്റ്റോക്കിൽ കണ്ടെത്താൻ നിക്ഷേപകർക്ക് വിപുലമായ ഗവേഷണവും വ്യക്തമായ തിരിച്ചറിവും ആവശ്യമാണെന്ന് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. ഒരു മികച്ച ഓഹരിയിലേക്കുള്ള വെളിച്ചം പ്രതീക്ഷിക്കുന്ന നിക്ഷേപകർ ആദ്യം കമ്പനിയുടെ ഗോത്രം മനസ്സിലാക്കണം. ഇത് കമ്പനിയുടെ പ്രവർത്തനരംഗവും വിപണിയിലും എത്രത്തോളം സജീവമാണെന്നും വ്യക്തമാക്കുന്നു. മികച്ച ഓഹരിക്ക് താഴെ പറയുന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കും. 1. വളർച്ചാ സാധ്യതകൾ. ഭാവിയിൽ ഉയർന്ന വളർച്ച കാണിക്കുന്ന കമ്പനികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ലിഞ്ച് പ്രത്യേകിച്ച് വേഗത്തിൽ വളരുന്ന മേഖലകളിൽ നിന്നുള്ള കമ്പനികളാണ് നിർദ്ദേശിക്കുന്നത്. 2. നൽകിയ കാര്യങ്ങൾക്കുള്ള വില. ഒരു കമ്പനിയുടെ വിലയും അതിന്റെ വരുമാനവുമായി താരതമ്യം ചെയ്യുന്നത് നിക്ഷേപത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള അംശങ്ങളിലൊന്നാണ്. 3.
ഫണ്ടമെന്റൽ സൂചനകൾ: കമ്പനി പണം എത്രത്തോളം ഉപയോഗിക്കുന്നു, കടബാധ്യതകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, വിപണിയിലെ സ്ഥാനം എങ്ങനെയാണെന്നിങ്ങനെ അടിസ്ഥാന വിവരങ്ങൾ നിരീക്ഷിക്കുക. ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരണം: പീറ്റർ ലിഞ്ച് ചുരുങ്ങിയ ചില ഉദാഹരണങ്ങളിലൂടെ നല്ല ഓഹരികളിൽ നിക്ഷേപം എങ്ങനെ വിജയകരമാക്കാമെന്ന് വിശദീകരിക്കുന്നു. സാധാരണ ഉപഭോക്താക്കളുടെ ആവശ്യകത നിറവേറ്റുന്നു. സ്ഥിരമായ വളർച്ച രേഖപ്പെടുത്തിയതും വലിയ കടബാധ്യതകളില്ലാത്തതുമായ കമ്പനികൾ മികച്ച ഓഹരികൾ നൽകുന്നു. ലിഞ്ച് ഈ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നതുപോലെ, ചെറിയ നിക്ഷേപകരും അവരുടെ ആശയങ്ങൾ ഉപയോഗിച്ച് മികച്ച ഓഹരികൾ കണ്ടെത്താനാകും. ഉപഭോക്തൃ അനുഭവങ്ങൾ കേന്ദ്രീകരിച്ച് ഓഹരികളെ കണ്ടെത്തുക വളരെ ഫലപ്രദമായ മാർഗമാണ്. ചാപ്റ്റർ 8 ഒരു നിക്ഷേപകന്റെ വിജയത്തിന് നിർണായകമായ ചില സംഖ്യകളുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. നിക്ഷേപലോകത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില പ്രധാന സംഖ്യകളുടെ വിശദീകരണം, അവയെ അർത്ഥമാക്കുന്ന രീതി, നിക്ഷേപനിർണയത്തിൽ അവയുടെ പ്രയോജനങ്ങൾ എന്നിവ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നു. മിക്ക നിക്ഷേപകരും കമ്പനി വിലയിരുത്തുമ്പോൾ ഉപയോഗിക്കുന്ന ചില പ്രധാന സൂചികകൾ ചർച്ച ചെയ്യപ്പെടുന്നു. പീറ്റർ ലിഞ്ചിന്റെ നിക്ഷേപ തത്വങ്ങളിൽ ഇത്തരം സംഖ്യകൾക്കുള്ള പ്രാധാന്യം വളരെ പ്രധാനമാണ്. ഡിപ് ടു ഇക്വിറ്റി അനുപാതം, ഡിവിഡൻഡ് യീൽഡ് എന്നിവയെന്താണ്, അവ എങ്ങനെ കണക്കാക്കുന്നു? ഈ വിവരങ്ങൾ ഒരു നിക്ഷേപകന്റെ മനോഭാവം എങ്ങനെ മാറ്റുന്നു എന്ന് ലിഞ്ച് വിശദീകരിക്കുന്നു. 1. PE അനുപാതം, ഒരു സ്റ്റോക്കിന്റെ വിപണി വിലയും ഓരോ ഓഹരിയുടെയും വരുമാനവും തമ്മിലുള്ള അനുപാതമാണ്. PE ഈ നിരക്ക് കൂടുതലോ കുറവോ ആണോ എന്ന് നോക്കിയാണ് നിക്ഷേപകന്റെ താൽപ്പര്യം ഉണ്ടാകുന്നത്. കുറഞ്ഞ PEയുള്ള ഓഹരികൾ വിലയിരുത്തുന്നതിന് മികച്ച അവസരങ്ങൾ നൽകാം. 2. PEG അനുപാതം, നിക്ഷേപലോകത്തിൽ പീറ്റർ ലിഞ്ച് കൂടുതൽ പ്രാധാന്യം നൽകിയ മറ്റൊരു ആശയമാണ് PEG. സ്റ്റോക്കിന്റെ വളർച്ചയും വിലയും തമ്മിലുള്ള അനുപാതം നോക്കി നിക്ഷേപങ്ങൾ കുറുകെ മനസ്സിലാക്കാം. PEG 1.0 താഴെയായാൽ അതിന് നല്ല വസ്തുതകളുണ്ടെന്ന് കരുതുന്നു. 3. ഡിപ് ടു ഇക്വിറ്റി അനുപാതം, കമ്പനി എത്രമാത്രം കടബാധ്യതയിൽ ആണ് എന്ന് പറയുന്ന ഒരു സൂചികയാണ് ഇത്. ഉയർന്ന കടബാധ്യതയിൽ ഉള്ള കമ്പനികൾ കൂടുതൽ അപകടസാധ്യതകൾ നേരിടാം. 4. ഡിവിഡൻഡ് യീൽഡ്, ഓഹരികൾ നൽകുന്ന വാർഷിക ഡിവിഡൻഡിന്റെ ശതമാനം ഇവിടെ സൂചിപ്പിക്കുന്നു. ഇത് നിക്ഷേപകർക്കുള്ള സ്ഥിരവരുമാനം നൽകുന്നതിൽ ഒരു മികച്ച മാനദണ്ഡമാണ്. ഇവയെല്ലാം ഒരു നിക്ഷേപകന്റെ നീണ്ടകാല വിജയം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. ലിഞ്ച് ഇതിന്റെ പ്രയോഗവും വ്യവസായത്തിന്റെയും വിപണിയുടെയും പാരിസ്ഥിതിക ഘടകങ്ങൾക്കൊപ്പം ഇവയെ വിലയിരുത്തുന്നതിലെ തന്ത്രങ്ങളും വിശദീകരിക്കുന്നു. ചാപ്റ്റർ 9 സ്റ്റോക്സ് I've known and loved എന്ന ഭാഗത്തിന്റെ വിശദമായ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. ഈ അധ്യായത്തിൽ പീറ്റർ ലിഞ്ച് തന്റെ സ്വന്തം നിക്ഷേപ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പലതരത്തിലുള്ള സ്റ്റോക്കുകളെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. നിക്ഷേപത്തിൽ പറ്റിയതും പിഴച്ചതുമായ സംഭവങ്ങൾ ഉപദേശമെന്ന നിലയിൽ ഉൾക്കൊള്ളുന്നു. ലിഞ്ച് ഉയർത്തിക്കാണിക്കുന്നത് വ്യത്യസ്ത തരം കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിൽ ഉണ്ടാകുന്ന സാധ്യതകളും അപകടങ്ങളും മനസ്സിലാക്കുന്നതിന്റെ പ്രാധാന്യമാണ്. അദ്ദേഹം വിവിധ തരത്തിലുള്ള സ്റ്റോക്കുകൾ വിശകലനം ചെയ്യുകയും അതിൽ നിന്നു ലഭിച്ച പാഠങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ വിജയമോ പരാജയമോ പല ഘടകങ്ങളിലും ആശ്രയിക്കുന്നതായാണ് അദ്ദേഹം കാണിക്കുന്നത്. നല്ല ചിന്താധിഷ്ഠിതമായ ഗവേഷണം, വിപണി പ്രവണതകൾ മനസ്സിലാക്കൽ, മാനേജ്മെന്റ് ക്വാളിറ്റി പരിശോധിക്കൽ എന്നിവയെ ലിഞ്ച് ആവർത്തിച്ചും ഊന്നിപ്പറയുന്നു. കമ്പനിയുടെ അടിസ്ഥാന വിവരങ്ങൾ ഫണ്ടമെന്റൽസ് വിലയിരുത്തുക. മൊത്തം വിപണി സാഹചര്യവും ബന്ധപ്പെട്ട വ്യവസായം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക, അനിശ്ചിത സാഹചര്യങ്ങളോട് സംശയാസ്പദമായ സമീപനം സ്വീകരിക്കുക എന്നിവയെ അദ്ദേഹം വളരെ പ്രധാനമായി എടുത്തുപറയുന്നു. ലിഞ്ചിന്റെ പുത്തൻ ആശയങ്ങളിൽ ഒന്നാണ് 10 ബൈഗർ എന്നത്, അർത്ഥം നിക്ഷേപിച്ച തുകയുടെ 10 മടങ്ങ് നേട്ടം നൽകുന്ന സ്റ്റോക്കുകൾ കണ്ടെത്തൽ. ഇത് കണ്ടെത്താൻ ലിഞ്ച് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളുന്നു. ലിഞ്ച് ഓർത്തുകൊള്ളുന്ന ചില പ്രധാന പാഠങ്ങൾ: സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ കേവലമായ ഹിറ്റ് അല്ലെങ്കിൽ മിസ് സമീപനത്തിനപ്പുറം ആശയങ്ങൾ വേണം. ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ കണ്ടെത്തുന്നതിന് നിക്ഷേപകർക്ക് കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ട്. വിപണി വ്യവസ്ഥകളെ കൃത്യമായി അനലിസിസ് ചെയ്യുകയും നഷ്ടപരിഹാരത്തിനുള്ള തയ്യാറെടുപ്പും വേണം. സ്റ്റോക്സ് I've known and loved എന്ന ഈ ഭാഗം നിക്ഷേപകർക്ക് അവരുടെ രീതിയിൽ ബോധവത്കരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രചോദനം നൽകുന്നു. ലിഞ്ചിന്റെ തന്റേതായ വിജയകഥകൾ വായനക്കാർക്ക് പ്രായോഗികവും പ്രചോദനാത്മകവുമാണ്. ജോൺ റോത്ത്ചൈൽഡും പീറ്റർ ലിഞ്ചും ചേർന്ന് എഴുതിയ വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകത്തിലെ 10ാമത്തെ അധ്യായമായ ദി ബിഗ് പിക്ചർ ശ്രദ്ധേയമായ ഒരു സന്ദേശം നൽകുന്നു. നിക്ഷേപത്തിൽ വിജയിക്കാൻ ചെറുതും വലിയതുമായ വാണിജ്യ പ്രവണതകളെ സമഗ്രമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ ദീർഘകാല ദൃശ്യവും വ്യക്തമായ ലക്ഷ്യങ്ങളും പ്രാധാന്യമാണെന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. നിക്ഷേപത്തിൽ വലിയ വിജയത്തിന് ആദ്യം വലിയ ചിത്രം കണ്ടറിയണം.
അതായത് സാമ്പത്തിക വ്യവസ്ഥയുടെ മുഖ്യവ്യവസ്ഥകളെ വിലയിരുത്തുക, വിപണിയുടെ ദിശയെക്കുറിച്ച് ഉറച്ച ധാരണ നേടുക, മൈക്രോ ട്രെൻഡുകളെ, സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ മനസ്സിലാക്കുക എന്നിവ നിർണായകമാണ്. ലിഞ്ചിന്റെ അഭിപ്രായത്തിൽ ഇവ ലാഭകരമായ നിക്ഷേപ സാധ്യതകളെ കണ്ടെത്താനുള്ള മാർഗനിർദ്ദേശമായി മാറും. ഈ ചാപ്റ്ററിൽ ലിഞ്ച് എത്രയും പ്രധാനമായും വ്യത്യസ്ത വ്യവസായങ്ങളും അവയുടെ വളർച്ചയുടെ പാടുതടവും പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. ചില വ്യവസായങ്ങൾ തൽക്കാലത്തേക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചേക്കാം, എന്നാൽ ദീർഘകാലം വളർച്ച തുടരാൻ കഴിയുമോ എന്ന് വിശകലനം ചെയ്യേണ്ടതാണ്. സാങ്കേതിക വിദ്യകളുടെ വളർച്ച, ജനസംഖ്യാ മാറ്റങ്ങൾ, ഉപഭോക്തൃശീലങ്ങൾ എന്നിവയെക്കുറിച്ച് ലിഞ്ച് ഇതിൽ ചർച്ച ചെയ്യുന്നു. ഒരു നിക്ഷേപകൻ സമൂഹത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളെ ശ്രദ്ധിച്ചാൽ ഓഹരി വിപണിയിലെ സാധ്യതകളെ കണ്ടെത്താനാകും. ഉദാഹരണത്തിന്, ജനസംഖ്യാ വളർച്ച പാക്കേജിംഗ് കമ്പനികളുടെ വളർച്ചയ്ക്ക് വഴിവെക്കും. സാങ്കേതിക രംഗം മെച്ചപ്പെടുന്നതോടെ പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകൾ മുന്നേറും. ലിഞ്ചിന്റെ ഏറ്റവും പ്രധാനമായ ഉപദേശം വെള്ളിയോടൊപ്പം നീങ്ങരുത് എന്നതാണ്. എല്ലായ്പ്പോഴും വിപണിയുടെ താൽക്കാലിക ഉത്തേജനങ്ങൾ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ അതൊരു നിക്ഷേപകനെ ദീർഘകാല വളർച്ചയിൽ നിന്ന് വിട്ടുനിർത്തും. ഒരു നിക്ഷേപകൻ കേവലം ഓഹരികളുടെ ഇന്നത്തെ പ്രകടനം നോക്കുന്നതിനു പകരം അവയുടെ ആന്തരിക മൂല്യം കണ്ടെത്തി നീണ്ട കാലത്തിനുള്ള വളർച്ചാ സാധ്യതകൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 11 അധ്യായമായ ഡിസൈനിങ് എ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോ പണിയാനുള്ള തന്ത്രങ്ങൾ വിശദീകരിക്കുന്നു. ഓഹരി മാർക്കറ്റിൽ വിജയകരമായ നിക്ഷേപത്തിന് സുസ്ഥിരമായ പോർട്ട്ഫോളിയോ നിർമ്മിക്കുന്നത് അനിവാര്യമാണ് എന്ന ആശയത്തെ ഈ അധ്യായം തുറന്നുകാട്ടുന്നു. പീറ്റർ ലിഞ്ചിന്റെ പ്രസിദ്ധമായ നിക്ഷേപ തത്വങ്ങൾ ഇവിടെ വ്യക്തമായി വ്യക്തമാക്കപ്പെടുന്നു. നിക്ഷേപങ്ങൾക്ക് മുൻപ് വ്യക്തിയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നതും അതനുസരിച്ച് പോർട്ട്ഫോളിയോ രൂപകൽപ്പന ചെയ്യുന്ന പ്രാധാന്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ഓരോ നിക്ഷേപത്തിന്റെയും റിസ്ക് പ്രൊഫൈൽ, നിക്ഷേപ സമയം, മാർക്കറ്റിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവ കണക്കിലെടുക്കുക എന്നതാണ് പീറ്ററിന്റെ പ്രധാന ഉപദേശം. പോർട്ട്ഫോളിയോയിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന പ്രമാണം ഏറെ പ്രധാനപ്പെട്ടതാണ്. വിപണിയിലെ ഉയർന്ന റിസ്ക് കുറക്കാൻ വിവിധ വ്യവസായ മേഖലകളിൽ നിക്ഷേപം പകരാം. സ്റ്റോക്സ് തിരഞ്ഞെടുക്കുമ്പോൾ കമ്പനി മുതലായ വ്യവസായങ്ങൾക്കും അവരുടെ വളർച്ചാ സാധ്യതകൾക്കും പ്രാമുഖ്യം നൽകണം. ലിഞ്ച് ബിഗ് ഫ്രോഗ് ഇൻ ദ ഓൾ പോണ്ട് തത്വത്തെ കൂടി വിശദീകരിക്കുന്നു. ചെറുകിട കമ്പനിയുടെയും അതിന്റെ വിപണി സംഭാവനകളുടെയും അടിസ്ഥാനത്തിൽ നിക്ഷേപം നടത്തുക കൂടുതൽ വരുമാനം നേടാൻ സഹായകമാകുന്നു. പോർട്ട്ഫോളിയോയുടെ പുനഃസംഘടനയും ലാഭകരമായ നിക്ഷേപം തുടരാൻ പ്രധാനമാണ്. വിപണിയിലെ മാറ്റങ്ങളെ അനുയോജ്യമായി മനസ്സിലാക്കി ചിട്ടയായ രീതിയിൽ നിക്ഷേപങ്ങൾ പുതുക്കേണ്ടതുണ്ട്. നിക്ഷേപങ്ങളുടെ മികവ് വിലയിരുത്താനും അനാവശ്യമായ നഷ്ടങ്ങൾ ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. നിക്ഷേപം എങ്ങനെ ഹ്രസ്വകാല, ദീർഘകാല ഉദ്ദേശങ്ങൾക്കായി വേർതിരിച്ചെടുക്കാമെന്ന് ലിഞ്ച് ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുന്നു. കൂടാതെ പ്രാദേശിക വിപണികളെയും അന്താരാഷ്ട്ര വിപണികളെയും കുറിച്ചുള്ള അവബോധം ഒരു നിക്ഷേപകന്റെ അറിവിൽ ചേർത്തുപിടിക്കേണ്ട ഘടകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ അധ്യായം നിക്ഷേപം ഒരു കാലാവസ്ഥാ നിരീക്ഷണം പോലെയാണെന്ന് നിരീക്ഷിക്കുന്നു. പൊളിറ്റിക്കൽ, സാമ്പത്തിക മാറ്റങ്ങളെ ഒരേ സമയം മുൻകൂട്ടി അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മാർഗങ്ങൾ തേടുന്നു. ചാപ്റ്റർ 12 ദി ബോട്ടം ലൈൻ, പീറ്റർ ലിഞ്ചിന്റെയും ജോൺ റോത്ത്ചൈൽഡിന്റെയും വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകത്തിലെ ദി ബോട്ടം ലൈൻ എന്ന അധ്യായം ഒരു നിക്ഷേപകരുടെ വിജയത്തിന് അടിസ്ഥാനപരമായ വഴികൾ വിശദീകരിക്കുന്നു. ഈ അധ്യായം ലിഞ്ചിന്റെ നിക്ഷേപ തത്വങ്ങളിൽ ചുരുക്കം ചെയ്യുന്ന ഒരുതരം സംഗ്രഹമാണ്. ഈ അധ്യായത്തിന്റെ മുഖ്യ ആശയം നിക്ഷേപ രംഗത്ത് വിജയം നേടുന്നതിന് ശരിയായ വിവരങ്ങളും പച്ചയായ പ്രായോഗിക ബോധവുമുള്ളത് എത്രത്തോളം പ്രധാനമാണെന്നതാണ്. ലിഞ്ച് ഓഹരികളിൽ നിക്ഷേപിക്കുമ്പോൾ എല്ലാവിധ ആശങ്കകളും സ്വാഭാവികമാണെന്ന് വ്യക്തമാക്കി, എന്നാൽ ഇതിൽ നിന്ന് എങ്ങനെ മുന്നോട്ടു പോകാമെന്ന് വ്യക്തമാക്കുന്നു. ഓഹരി വിപണിയിൽ അകലെ നിന്ന് നോക്കിയാൽ മുഴുവൻ ബുദ്ധിമുട്ടുകളുമായി നിറഞ്ഞതായാണ് തോന്നുക. പക്ഷേ ബിസിനസ്സുകളുടെ അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കുകയും നിക്ഷേപത്തിന് മുമ്പ് വേണ്ടത്ര ഹോംവർക്കുകൾ ചെയ്യുകയും ചെയ്താൽ ഈ ശബ്ദപരാജയങ്ങൾ അവഗണിക്കാനാകും. ലിഞ്ച് ഓഹരികളെ സംസ്ഥാപനം, വളർച്ച, തലമുറ, കമോഡിറ്റി പ്ലേ, സൈക്ലിക്കൽ, ഫാസ്റ്റ് ഗ്രോവർ എന്നീ കാറ്റഗറിയിലേക്ക് തിരിച്ച് നോക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു. ഓരോ വിഭാഗത്തിന്റെയും നേർക്കാഴ്ചകളാണ് നീണ്ട കാലയളവിൽ ലാഭം നേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഓഹരികളുടെ വർധനവോ താഴോട്ടായ ചലനമോ ആകസ്മികതയാണെന്ന് പലരും കരുതുമ്പോൾ ലിഞ്ച് അതിന് നല്ല മനസ്സും ലജ്ജയില്ലാത്ത ചോദ്യങ്ങളും ആവശ്യമാണ് എന്ന് പറയുന്നു. ഈ അധ്യായം ഒരു ലിസ്റ്റ് അടിസ്ഥാനത്തിൽ ഒരു ഓഹരി വാങ്ങുന്നതിനു മുമ്പും അതിൽ നിക്ഷേപം തുടരുന്നതിനു മുമ്പും ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ കമ്പനി എങ്ങനെ പണമുണ്ടാക്കുന്നു? ഈ സെക്ടറിൽ മറ്റ് എന്തെങ്കിലും താരതമ്യേന മെച്ചപ്പെട്ട ഓപ്ഷനുകൾ ഉണ്ടോ എന്നീ ചോദ്യങ്ങൾ ഒരു നിക്ഷേപത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും. ലിഞ്ച് വളരെ വ്യക്തമായി പറയുന്നു, ഏറ്റവും നല്ല നിക്ഷേപ രീതി വളരെ സിമ്പിളാണ്, പക്ഷേ അതിന് ക്ഷമയും ബുദ്ധിയും ആവശ്യമാണ്.
അടുത്ത 5 കുറയ്ക്കുക 10 വർഷങ്ങളിലെ വളർച്ച സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം കൊണ്ട് മാത്രം ഒരു നിക്ഷേപ തീരുമാനമെടുക്കരുത്. അതുപോലെ തന്നെ ചെറിയ കാലയളവിന്റെ വിനിമയത്തിൽ പ്രയാസപ്പെടുന്നതും ഒഴിവാക്കുക. 13-ാമത്തെ അധ്യായമായ പാസിംഗ് ദ മിറർ സാമ്പത്തിക നീക്കങ്ങളിലൂടെയോ നിക്ഷേപത്തിലൂടെയോ മുന്നോട്ടു പോകുന്നതിനു മുമ്പ് സ്വയം ഒരു അടിയന്തര പരിശോധന നടത്തേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നു. മിറർ ടെസ്റ്റ് എന്നത് നിക്ഷേപകർക്ക് അവരുടെ സാമ്പത്തിക നില, നിക്ഷേപ ലക്ഷ്യങ്ങൾ, ദൈർഘ്യമേറിയ പ്രതിബദ്ധത എന്നിവ മനസ്സിലാക്കുന്നതിനുള്ള ഒരു സ്വമാന പരീക്ഷണമാണ്. സ്വയം അവലോകനം ചെയ്യുക. മിറർ ടെസ്റ്റിന്റെ അടിസ്ഥാന ആശയം പറ്റി ലിഞ്ച് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ നിക്ഷേപത്തിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യത്തെ സംശോധന ചെയ്യുക എന്നതാണ്. നിക്ഷേപം ചെയ്യുന്നതിന് നിങ്ങൾ സാമ്പത്തികമായി, മാനസികമായി തയ്യാറാണോ എന്ന് അറിവാക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ വരുമാനവും ചെലവുകളും വിശദമായി വിശകലനം ചെയ്യുക. നിങ്ങൾ എത്ര ഭാരം വഹിക്കാനാകും എന്ന തിരിച്ചറിവാണ് തികച്ചും നിർണായകം. മനോവിജ്ഞാനത്തിന്റെ പ്രാധാന്യം. നിക്ഷേപ രംഗത്ത് വിജയം നേടുന്നതിന് മാനസികമായ സ്ഥിരതയും സ്വയം നിയന്ത്രണവും അനിവാര്യമാണ്. പണത്തോടുള്ള നിങ്ങളുടെ വ്യക്തിപരമായ സമീപനം, ലാഭത്തിനോ നഷ്ടത്തിനോ ഉള്ള നിങ്ങളുടെ പ്രതികരണം എന്നിവ നിക്ഷേപ വിജയത്തിന് വലിയ പങ്ക് വഹിക്കുന്നു. ലിഞ്ച് പറഞ്ഞു തരുന്നത് നിക്ഷേപ വിപണിയുടെ സ്വഭാവത്തെക്കുറിച്ച് അടിസ്ഥാന പഠനം ചെയ്തിട്ടേ നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കാനാവൂ. ലോങ് ടേമിന്റെ പ്രാധാന്യം. മിറർ ടെസ്റ്റ് പാസ് ചെയ്യുന്നവർക്ക് ലിഞ്ച് അടുത്തു ചെയ്യുന്നത് അവരുടെ നിക്ഷേപങ്ങൾക്ക് ദീർഘകാല വീക്ഷണം നൽകുക എന്നതാണ്. ചെറുതും കുറവുമായ മാറ്റങ്ങളിൽ പെട്ടുപോകാതെ വിശാലമായ ചിത്രത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുക. ഈ ദൗരദർശനപരമായ സമീപനം നിക്ഷേപത്തിൽ സ്ഥിരതയുടെയും സ്ഥിരമായ വളർച്ചയുടെയും വഴിയൊരുക്കും. ചോദ്യങ്ങൾ ചോദിക്കുക. ലിഞ്ച് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അറ്റായ ആഗ്രഹങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രാധാന്യം. ഞാൻ എന്തിന് നിക്ഷേപിക്കുന്നു? ഈ നിക്ഷേപം എത്രകാലം ഞാൻ താങ്ങും? ഇത് എൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമാണോ? എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക. ചാപ്റ്റർ 14 ദി ഫൈനൽ ചെക്ക്ലിസ്റ്റ് വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകത്തിലെ ദി ഫൈനൽ ചെക്ക്ലിസ്റ്റ് എന്ന ചാപ്റ്റർ നിക്ഷേപകരുടെ മുൻകൈയിൽ ഒരു വ്യാവസായിക മാർഗനിർദ്ദേശമായാണ് പ്രവർത്തിക്കുന്നത്. പീറ്റർ ലിഞ്ചിന്റെ നിക്ഷേപ തത്വങ്ങളുടെ തനിമ വ്യക്തമാക്കുന്ന ഈ ഭാഗം നിക്ഷേപങ്ങളിലെ അവസാന തീരുമാനം എടുക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ അധ്യായത്തിൽ ലിഞ്ച് ചുരുക്കത്തിൽ പറയുന്നു, നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് ചില അടിസ്ഥാന ചോദ്യങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഉത്തരം കണ്ടെത്തണം. സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആഴത്തിലുള്ള വിശകലനം ആവശ്യമാണ്. അതിനാൽ ഒരു കമ്പനിയുടെ അടിസ്ഥാന ഘടകങ്ങളെ നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ചില പ്രധാന ചോദ്യങ്ങൾ ലിഞ്ച് ഇതിൽ അവതരിപ്പിക്കുന്നു. 1. കമ്പനിയുടെ ബിസിനസ് എളുപ്പത്തിൽ മനസ്സിലാക്കാമോ? ലിഞ്ചിന്റെ നിലപാട് ഇവിടെ വ്യക്തമാക്കുന്നു. നിങ്ങൾക്ക് കമ്പനി എളുപ്പത്തിൽ മനസ്സിലാക്കാമെങ്കിൽ അതിൽ നിക്ഷേപിക്കുന്നത് കൂടുതൽ സുരക്ഷിതമാകും. ഒരു സ്റ്റോക്ക് ഓഹരിയിൽ പണം മുടക്കാൻ മുമ്പ് അതിന്റെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തികച്ചും വ്യക്തതയോടെ മനസ്സിലാക്കണം. 2. കമ്പനി ലാഭകരമാണോ? കമ്പനിയുടെ മുൻകാല പ്രകടനങ്ങൾ, വരുമാനത്തിലെ വളർച്ച, ചെലവുകളുടെ നിയന്ത്രണം, ലാഭത്തിന്റെ നിരക്ക് തുടങ്ങിയ കാര്യങ്ങൾ ലിഞ്ച് വിലയിരുത്താൻ ഉപദേശിക്കുന്നു. 3. തുടർ വളർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? സ്റ്റോക്കിന്റെ വിപണി മൂല്യം താങ്കളുടെ മുൻകൂട്ടി നിരീക്ഷണങ്ങൾക്ക് യോജിച്ചുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 4. കമ്പനിയുടെ ധനസ്ഥിതി എങ്ങനെയാണ്? പണം ഒഴുക്ക്, കടബാധ്യതകൾ, മൂലധന വിന്യാസം തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങളും വിശദമായി പരിശോധിക്കണമെന്ന് ലിഞ്ച് മുന്നറിയിപ്പ് നൽകുന്നു. 5. മൂല്യനിർണ്ണയം യുക്തിയുക്തമാണോ? കമ്പനിയുടെ വില മാറ്റി കണക്കുകൂട്ടൽ അല്ലെങ്കിൽ പണ്ടിലെ നേട്ടങ്ങൾ ഉപയോഗിച്ച് ഇനിയും വളരാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. ലിഞ്ച് നിർദ്ദേശിക്കുന്ന ചെക്ക്ലിസ്റ്റ് നിക്ഷേപകരെ വികാരപ്രേരിത തീരുമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി വിശകലനാധിഷ്ഠിതമായ വഴി സ്വീകരിക്കാൻ പ്രാപ്തരാക്കുന്നു. ഈ ചാപ്റ്റർ സ്പവും ലളിതവുമായ രീതിയിൽ നിക്ഷേപ നടപടികൾക്ക് അന്തിമരൂപം നൽകുന്നു. ഇങ്ങനെ ദി ഫൈനൽ ചെക്ക്ലിസ്റ്റ് ഒരു നിക്ഷേപ നയത്തിലെ അടിസ്ഥാനം ഉറപ്പിക്കുന്ന അടുക്കളപാചക പുസ്തകമായി പ്രവർത്തിക്കുന്നു. ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഷോർട്ട്സ് ചാപ്റ്റർ 15 ജോൺ റോത്ത്ചൈൽഡും പീറ്റർ ലിഞ്ചും ചേർന്ന് രചിച്ച വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകത്തിലെ ചാപ്റ്റർ 15 ഓപ്ഷനുകൾ, ഫ്യൂച്ചേഴ്സ്, ഷോർട്ട് സെല്ലിംഗ് എന്നിവയെക്കുറിച്ചുള്ള ഒരു വിശദമായ പഠനമാണ്. ഈ അധ്യായത്തിൽ ലിഞ്ച് പരമ്പരാഗത നിക്ഷേപ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ കൂടുതൽ സങ്കീർണമായ സാമ്പത്തിക ഉപാധികൾ വിശദീകരിക്കുന്നു. ഓപ്ഷനുകളും ഫ്യൂച്ചേഴ്സും പോലുള്ള ഉപകരണങ്ങൾ ഭാവിയിലേക്കുള്ള വിലകളുടെ അനുമാനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവയാണ്. ഇതിൽ ഓപ്ഷൻസ് ഒരു സ്റ്റോക്കിന്റെ ഭാവി വില വാങ്ങാനുള്ള അല്ലെങ്കിൽ വിൽക്കാനുള്ള അവകാശം നൽകുന്നു, എന്നാൽ നിർബന്ധിതമാക്കുന്നില്ല. ഫ്യൂച്ചേഴ്സ് ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ധനകാര്യ ഉപാധിയുടെ ഒരു നിശ്ചിത ദിവസം നിശ്ചിത വിലയിൽ വാങ്ങാനും വിൽക്കാനും നിർബന്ധിക്കുന്ന കരാറുകളാണ്. ഷോർട്ടിംഗ് എന്ന ആശയം ലിഞ്ച് കൂടുതൽ ശ്രദ്ധേയമായി വ്യാഖ്യാനിക്കുന്നു.
ഇത് ഒരു സ്റ്റോക്കിന്റെ വില താഴ്ന്നു കാണുമെന്നുള്ള അനുമാനത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിക്ഷേപ രീതിയാണ്. ഷോർട്ട് സെല്ലർ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ കടം വാങ്ങി അവ വിൽക്കുന്നു, പിന്നീട് വില കുറഞ്ഞപ്പോൾ തിരിച്ചെടുക്കാനാണ് ലക്ഷ്യം. ഇതിലൂടെ സ്റ്റോക്കിന്റെ വിലയും വിപണിയുടെ മാറ്റങ്ങളും പ്രയോജനപ്പെടുത്താനാകും. ലിഞ്ച് ഈ അധ്യായത്തിൽ ഓപ്ഷനുകളും ഫ്യൂച്ചേഴ്സും ഷോർട്ടിംഗും ഉപയോഗിക്കുന്നത് വളരെ ധാരണയോടെ ചെയ്യണമെന്ന് ശുപാർശ ചെയ്യുന്നു. ഇവയിൽ ഏർപ്പെടുന്നവർക്കും ഇവയ്ക്ക് ലഭ്യമായ സാധ്യതകളെയും അത് അർപ്പിക്കുന്ന അപകടങ്ങളെയും മനസ്സിലാക്കേണ്ടതുണ്ട്. നിർവ്വഹണ താൽപ്പര്യം കുറഞ്ഞവരും സ്റ്റോക്കിന്റെ അടിസ്ഥാന മൂല്യം പഠിക്കാതെ മാർക്കറ്റിൽ പ്രവേശിക്കുന്നവരും ഇത്തരം ഉപാധികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. തീരുമാനമായി, ലിഞ്ച് ഈ സങ്കീർണ ഉപാധികളെ അതിന്റെ സ്ഥലത്ത് ഒരു പ്രൊഫഷണൽ ഉപാധി മാത്രമാക്കി പരിഗണിക്കുന്നു. സാധാരണ നിക്ഷേപകർ പൂർണ്ണമായും ഈ ഉപാധികളെ പരിഗണിക്കേണ്ടതില്ല, പകരം സ്റ്റോക്ക് മാർക്കറ്റിന്റെ അടിസ്ഥാന വ്യവസ്ഥകൾ മനസ്സിലാക്കുക, വിശദമായ പഠനം നടത്തുക, ദീർഘകാല നിക്ഷേപ മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് ഏറ്റവും മികച്ചത്. ഈ അധ്യായം ഒരു നിക്ഷേപകരുടെ പ്രായോഗിക അറിവിനായി വളരെയധികം പ്രചോദനം നൽകുന്നു. ചാപ്റ്റർ 16 50,000 ഫ്രഞ്ച്മെൻ ക്യാൻ ബി റോങ്. ഈ അധ്യായത്തിൽ പീറ്റർ ലിഞ്ച് ധനനിക്ഷേപകരുടെ മനോഭാവങ്ങളും സ്വഭാവഗതികളും എങ്ങനെയാണ് അവരെ വളരെയധികം തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നു. 50,000 ഫ്രഞ്ച്മെൻ ക്യാൻ ബി റോങ് എന്ന തലക്കെട്ട് വലിയൊരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ശരിയായിരിക്കണമെന്നില്ല എന്ന ആശയം സൂചിപ്പിക്കുന്നു. ധനനിക്ഷേപ ലോകത്തിൽ ഇത് പ്രത്യേകിച്ച് സത്യമാണെന്ന് ലിഞ്ച് ഉദാഹരണങ്ങൾ കൊണ്ട് തെളിയിക്കുന്നു. മിക്ക നിക്ഷേപകരും തിരക്കേറിയ ഇടപാടുകളിൽ പങ്കെടുക്കുന്നവർക്കാണ് ശ്രദ്ധ നൽകുന്നത്, അതായത് ഒരു പെട്ടെന്നുള്ള കരകയറ്റം കാണിക്കുന്ന ഓഹരികൾക്ക്. എന്നാൽ ലിഞ്ച് ഇതിന് എതിരെ നിൽക്കുന്നു. വലിയൊരു കൂട്ടം ആളുകൾ ഏത് ഓഹരിയിലും നിക്ഷേപിക്കുമ്പോൾ അതിന്റെ മൂല്യം പലപ്പോഴും യാഥാർത്ഥ്യത്തിനു മുകളിലാണ്, കാരണം ആളുകൾ ധാരണയില്ലാതെ ഭയത്തോടെയോ അതിഭ്രമത്തോടെയോ പ്രവർത്തിക്കാറാണ് പതിവ്. ലിഞ്ച് ഈ അധ്യായത്തിൽ മൂല്യനിർണ്ണയത്തിന്റെ പ്രാധാന്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒരു കമ്പനിയുടെ അടിസ്ഥാന കാര്യങ്ങൾ, വരുമാനം, ലാഭം, വിപണിയിലെ സ്ഥാനം, ഭാവി വളർച്ച സാധ്യതകൾ എന്നിവ പഠിക്കാതെ വെറും ട്രെൻഡ് പിന്തുടരുന്നത് നഷ്ടത്തിലേക്കുള്ള വഴിയാണെന്ന് അദ്ദേഹം പറയുന്നു. ഭീതിയും അതിഭ്രമവും നിക്ഷേപത്തിന്റെ ശത്രുക്കളാണെന്നും അവരുടെ സ്വാധീനം ഉപേക്ഷിച്ച് നിക്ഷേപിക്കുന്നവർ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നും ലിഞ്ച് വ്യക്തമാക്കുന്നു. ചില പ്രശസ്തമായ നിർദ്ദേശങ്ങളും അദ്ദേഹം ചർച്ച ചെയ്യുന്നു. 1. കോൺട്രാറിയൻ ഇൻവെസ്റ്റിംഗ്, തിരക്കേറിയ ട്രെൻഡുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക. 2. സെൽഫ് റിസർച്ച്, ഒരു ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് കമ്പനിയെ പൂർണ്ണമായി പഠിക്കുക. 3. പേഷ്യൻസ്, കൂടുതൽ സമയത്തിനുള്ള പ്രേരണ ശാസ്ത്രീയമായ തീരുമാനങ്ങളിലൂടെയാണെന്ന് വിശ്വസിക്കുക. ലിഞ്ചിന്റെ ദർശനത്തിന്റെ ഒരു പ്രധാന ഭാഗം നല്ല നിക്ഷേപത്തിനുള്ള അത്യാവശ്യങ്ങൾ കുറയ്ക്കുന്നതാണ്. ഭൂരിഭാഗം ആളുകൾ തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ അവരുടെ ഭയത്തിനോ അതിഭ്രമത്തിനോ അടങ്ങിയിരിക്കാതെ നിഷ്കർഷിക്കപ്പെടുന്നത് മികച്ച മാർഗമാണെന്നും അദ്ദേഹം പറയുന്നു. പുസ്തകത്തിലെ ചാപ്റ്റർ 17 ദ ലോങ് ടേം വ്യൂ, ദി ലോങ് ടേം വ്യൂ എന്ന പാഠഭാഗം പീറ്റർ ലിഞ്ചിന്റെയും ജോൺ റോത്ത്ചൈൽഡിന്റെയും നിക്ഷേപ തത്വചിന്തയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഈ അധ്യായത്തിൽ നിക്ഷേപങ്ങൾക്ക് ദീർഘകാല ദൃഷ്ടികോണമുള്ള ഒരു പ്രാധാന്യം അവർ വിശദീകരിക്കുന്നു. നിക്ഷേപം ചെയ്യുമ്പോൾ വിപണിയുടെ ദിനംപ്രതി ചലനങ്ങളോ താൽക്കാലിക വീഴ്ചകളോ ശ്രദ്ധയിൽപ്പെടരുത്. മൂല്യം കൂട്ടുന്നതിന് ഒരു കമ്പനിക്ക് കാലം നൽകുകയും അതിന്റെ അടിസ്ഥാന വികസനത്തെക്കുറിച്ചുള്ള വിശ്വാസം നിലനിർത്തുകയും വേണം. ലിഞ്ച് വ്യത്യസ്ത സാമ്പത്തിക വ്യവസ്ഥകളിൽ വിപണിയുടെ സ്വഭാവം മനസ്സിലാക്കുന്ന പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നു. സ്റ്റോക്ക് വിപണി ക്രമരഹിതമാകുന്ന സമയങ്ങളിലും നിക്ഷേപകന്റെ ആത്മവിശ്വാസം തകരാതിരിക്കാൻ സഹായിക്കുന്ന രീതികളും തന്ത്രങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ലിഞ്ചിന്റെ അഭിപ്രായത്തിൽ വേഗത്തിൽ ലാഭം നേടാൻ ശ്രമിക്കുന്നതിലും ദീർഘകാലം വരെ ഉയർന്ന പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധ്യതയുള്ള ഓഹരികൾ തിരഞ്ഞെടുക്കുകയാണ് നല്ലത്. ഒരു കമ്പനി കൃത്യമായ അന്തർമേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അവരുടെ ബ്രാൻഡ് വിലയോ ഉപഭോക്തൃ വിഹിതമോ വർദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് മികച്ച ഭാവി തീരുമാനങ്ങൾ എടുക്കാം. ഈ അധ്യായത്തിൽ മറ്റൊരു പ്രധാന ചർച്ച നിക്ഷേപത്തിലെ സൈക്കോളജിക്കൽ ഫാക്ടറുകൾ ആണ്. മാനസിക ഘടകങ്ങൾ നിക്ഷേപകരുടെ തീരുമാനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്നും ഭയവും തീവ്രാവേശവും നിക്ഷേപം എങ്ങനെ കളങ്കപ്പെടുത്തുന്നതായും അദ്ദേഹം വിശദീകരിക്കുന്നു. ഭയവും അലംഭാവവും നിയന്ത്രിച്ചാൽ മാത്രമേ ദീർഘകാല വിജയത്തിലേക്ക് നിക്ഷേപകരെ നയിക്കാനാവൂ. ചുരുക്കത്തിൽ, ദി ലോങ് ടേം വ്യൂ നിക്ഷേപകരെ അഭ്യാസപരമായ വ്യാപാരത്തിൽ നിന്ന് മാറ്റം കൊണ്ടുവരുന്ന സംരംഭങ്ങളിൽ നിക്ഷേപിക്കാനുള്ള പ്രചോദനമാണ്. സ്ഥിരതയും ധൈര്യവും നിക്ഷേപത്തിൽ മികവ് നൽകുന്നതിന് അത്യാവശ്യമാണ് എന്ന സന്ദേശം ഈ അധ്യായം നൽകുന്നു. ചാപ്റ്റർ 18 ദി നെവർ എൻഡിംഗ് റാഷണലൈസേഷൻ,
ജോൺ റോത്ത്ചൈൽഡും പീറ്റർ ലിഞ്ചും വൺ അപ്പ് ഓൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകത്തിലെ ചാപ്റ്റർ 18 ദി നെവർ എൻഡിംഗ് റാഷണലൈസേഷൻ എന്ന ഭാഗത്തിൽ നിക്ഷേപകർക്ക് എങ്ങനെ പലവിധ തർക്കങ്ങളും അന്യായീകരണങ്ങളും അവരുടെ നിക്ഷേപ ചിന്തകളിൽ പ്രതിഫലിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. ഇത് നിക്ഷേപങ്ങളിൽ വ്യക്തിഗത തുല്യത ഇല്ലാതാക്കുകയും പലപ്പോഴും ഗുണകരമായ തീരുമാനങ്ങളിലേക്ക് നയിക്കാതെ നഷ്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. പല നിക്ഷേപകർക്കും അവരുടെ നഷ്ടങ്ങളെ ന്യായീകരിക്കാനായി പലതരത്തിലുള്ള കാരണം കാണിക്കാനുള്ള ഒരു സ്വഭാവമുണ്ടാകുന്നു. അവർ തോറ്റ നിക്ഷേപങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ പഠിക്കാതെ അവരുടെ തെറ്റായ തീരുമാനങ്ങളെ വെറും ഭാഗ്യദോഷം അല്ലെങ്കിൽ തീർച്ചയായില്ലാത്ത സാഹചര്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നു. നിക്ഷേപത്തിന്റെ മൂല്യം താഴ്ന്നാലും അത് അതിന്റെ ശരിയായ മൂല്യത്തിൽ മടങ്ങുമെന്ന് അവർ കരുതുന്നു. അഥവാ ആ ഓഹരി വാങ്ങാനുള്ള ശരിയായ സമയമല്ലാതിരുന്നത് തന്നെ പ്രശ്നം എന്നാണ് വിശ്വാസം. ഈ ചിന്താഗതിയെ പീറ്റർ ലിഞ്ച് വളരെ വലിയ നിക്ഷേപ ശത്രുവായി കണക്കാക്കുന്നു. ഈ റാഷണലൈസേഷനുകൾ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപ പദ്ധതികളെ പുനർവിമർശിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും വിശദമായ അടിസ്ഥാനപരമായ വിശകലനങ്ങളിൽ നിന്ന് വിരളം മാറ്റുകയും ചെയ്യുന്നു. ചാപ്റ്ററിൽ ലിഞ്ച് നിക്ഷേപ ലോകത്തിലെ ചില പ്രചാരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളും അവയുടെ ആഘാതങ്ങളും വിശദീകരിക്കുന്നു. ഉദാഹരണത്തിന്, നല്ല കമ്പനികൾ എല്ലായ്പ്പോഴും നല്ല നിക്ഷേപങ്ങളാണ് എന്ന ധാരണ തെറ്റായ ഒരു സങ്കല്പമാണ്, കാരണം അത്തരത്തിലുള്ള ഓഹരികൾ പലപ്പോഴും അവരുടെ യഥാർത്ഥ മൂല്യത്തിൽ നിന്ന് വളരെ മേൽപോയി വിലയിരുത്തപ്പെടുന്നുണ്ട്. ലിഞ്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു നിക്ഷേപം കൃത്യമായ സാഹചര്യങ്ങളിൽ മാത്രമേ വിജയകരമാകൂ എന്ന് തിരിച്ചറിയുക എന്നതാണ് വിജയകരമായ നിക്ഷേപത്തിന്റെ മാൾമന്ത്രം. നിരന്തരം റാഷണലൈസ് ചെയ്യുന്നതിന്റെ പ്രലോഭനത്തിൽ വീഴാതെ യുക്തിപരമായ ഒരു സമീപനത്തോടെയും ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള നിർണയങ്ങളോടെയും മുന്നോട്ടു പോകുന്നത് നിർണായകമാണ്. തുടർച്ചയായ റാഷണലൈസേഷൻ നിക്ഷേപകരുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു, കാരണം അത് യാഥാർത്ഥ്യത്തെ കാണാൻ അവരെ തടയുന്നു. പറ്റിയ പിഴവുകൾ അംഗീകരിക്കുകയും അടുത്ത ചുവടുകൾക്കുള്ള ഗുണപരമായ പാഠങ്ങൾ എടുക്കുകയും ചെയ്യുക എന്നതാണ്. വൺ അപ്പോൺ വാൾ സ്ട്രീറ്റ് എന്ന പീറ്റർ ലിഞ്ചിന്റെയും ജോൺ റോത്തലിന്റെയും കൃതിയിലെ 19 അധ്യായമായ ടെയിൽഗേറ്റ് പാർട്ടീസ് ആൻഡ് കോർപ്പറേറ്റ് ഫംഗ്ഷൻസ്, ടെയിൽഗേറ്റ് പാർട്ടികളും കോർപ്പറേറ്റ് ഫംഗ്ഷനും ഒരു പ്രത്യേക അധ്യായമാണ്. കമ്പനികളുടെ വാർത്താവിതരണത്തിന്റെയും നിക്ഷേപകർക്ക് പ്രസക്തമായ വിവരങ്ങളുടെയും വിലപ്പെട്ട ഭാഗങ്ങളെ വിശദീകരിക്കുന്നു. ഈ അധ്യായത്തിൽ പീറ്റർ ലിഞ്ച് നിക്ഷേപകർക്കുള്ള പലതരം സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, പ്രത്യേകിച്ച് കമ്പനി നടത്തിയ ഫംഗ്ഷനുകളിലൂടെയും ജനറൽ മീറ്റിംഗുകളിലൂടെയും ലഭിക്കുന്ന വിവരങ്ങളുടെ ഗുണനിലവാരം. കമ്പനികളുടെ ഓഹരിയിൽ നേരിട്ട് നിക്ഷേപിക്കുന്നവർക്ക് ഓഹരിയുടമകളായതിനാൽ കോർപ്പറേറ്റ് മീറ്റിംഗുകളിൽ പങ്കെടുപ്പിച്ച് അവയുടെ പ്രവർത്തനമുറകൾ അടുത്തറിയാൻ അവസരം ലഭിക്കുമെന്ന് ലിഞ്ച് ഓർമ്മപ്പെടുത്തുന്നു. ഓഹരിയുടമകൾക്കായി നടത്തുന്ന മീറ്റിംഗുകളിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ സാധാരണയായി പുറത്തുപോകുന്നവയേക്കാൾ കൂടുതൽ വിശദമായതായിരിക്കും. അവയിൽ നിന്ന് കമ്പനിയുടെയും അവയുടെ ഉൽപ്പന്നങ്ങളുടെയും ഭാവി സാധ്യതകളെക്കുറിച്ച് അറിവ് സമ്പാദിക്കാനാവും. ഇത് സാധാരണ നിക്ഷേപകരെക്കുറിച്ച് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സാധാരണ വിവരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ദൂരദർശിതാവുമായ തീരുമാനം എടുക്കാൻ സഹായിക്കുന്നു. നിക്ഷേപകരുടെ ശ്രദ്ധയിൽപ്പെടേണ്ട മറ്റൊരു വിഷയമാണ് കോർപ്പറേറ്റുകളുടെ വാർത്താ പ്രസ്താവനകളും നിക്ഷേപക റിപ്പോർട്ടുകളും. പീറ്റർ ലിഞ്ച് പറയുന്നു, കണക്കുകൾ പരിശോധിക്കുക മാത്രമല്ല, അത് വിശദമായി ഉൾക്കൊണ്ടെടുക്കുകയും അവയുടെ ആശയങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുക അത്യാവശ്യമാണ്. ഒരു കമ്പനി വിറ്റുവരവിൽ വർധനവാണ് കാണിക്കുന്നത് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. എന്നാൽ ലാഭത്തിൽ കൃത്യമായ കുറവ് വന്നാൽ അതിന്റെ കാരണം വിശദമായി അറിയുക എന്നത് നിക്ഷേപകർക്ക് ഉചിതമാണ്. ടെയിൽഗേറ്റ് പാർട്ടികളും മറ്റും കമ്പനിയുടെ സാമൂഹിക ഘടനകളെ കൂടി കാണിക്കാൻ ഉദ്ദേശിക്കുന്നതാകാം. എന്നാൽ സത്യത്തിൽ നിക്ഷേപകരെ ആകർഷിക്കാനും അവരുടെ ആത്മവിശ്വാസം ഉയർത്താനുമുള്ള തന്ത്രമാകാനാണ് സാധ്യത. ഈ ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്ന മൂല്യമായ വിവരങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ നിക്ഷേപത്തിന്റെ ഭാവി കൂടുതൽ പ്രതീക്ഷയുള്ളതാക്കാം. വൺ അപ്പോൺ വാൾ സ്ട്രീറ്റ് പുസ്തകത്തിലെ 20 അധ്യായമായ ദ ഗ്രാൻഡ് ഫൈനൽ എന്നതിന്റെ വിശദീകരണം. ദ ഗ്രാൻഡ് ഫൈനൽ അധ്യായത്തിൽ പീറ്റർ ലിഞ്ച് മിക്കവാറും മുഴുവൻ പുസ്തകത്തിന്റെയും പ്രാധാന്യവും ഉൾക്കൊള്ളിക്കുന്നതും നിക്ഷേപകരെ പ്രചോദിപ്പിക്കുന്നതുമായ ഒരു സമാപനമുയർത്തുന്നു. ലിഞ്ചിന്റെ നിക്ഷേപ തത്വങ്ങൾ. ലാഭകരമായ നിക്ഷേപത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധം എന്നിവയെ അദ്ദേഹം ഇവിടെ വീണ്ടും ഉണർത്തുന്നു. ഈ അധ്യായം നിക്ഷേപകരെ സംശയനിവാരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന സന്ദേശം നൽകുന്നു: നിങ്ങൾക്ക് വിജയകരമായ നിക്ഷേപം നടത്താൻ അത്ഭുത പ്രതിഭ ആവശ്യമില്ല. ലോകിക്ക്, വ്യക്തിത്വം, പഠനശീലം എന്നിവയിലൂടെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാം. ലിഞ്ച് നിക്ഷേപത്തിന്റെ ഏതെങ്കിലും പ്രത്യേക തരം അല്ലെങ്കിൽ മാർക്കറ്റിലെ പ്രവചനങ്ങൾ വേരെത്തുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഉപദേശിക്കുന്നു. മറിച്ച് കമ്പനിയുടെയും വ്യവസായത്തെയും സംബന്ധിച്ച പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ലക്ഷ്യം. മൂലധന വിപണിയുടെ പ്രക്രിയകൾ, മാർക്കറ്റ് സ്വഭാവം, വികാസത്തിന്റെ അടയാളങ്ങൾ, കമ്പനികളുടെ വളർച്ചാ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് ലിഞ്ച് പ്രായോഗികമായ വീക്ഷണം നൽകുന്നു.
ഹോംവർക്കുകൾ ചെയ്താൽ മാത്രമേ മികച്ച ഫലം ലഭിക്കൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വിശദമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒരു നിക്ഷേപകനെ വിജയത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങൾ ആണെന്ന് ലിഞ്ച് അനുസ്മരിപ്പിക്കുന്നു. അധ്യായത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗം അധികം ഉപകാരപ്രദമായ പഠനരീതികളെക്കുറിച്ചുള്ളതാണ്. ലിഞ്ച് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ നിക്ഷേപകരുടെ സംശയങ്ങളെ ദൂരീകരിച്ച് അവരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് ഉത്തേജിപ്പിക്കുന്നു. നിക്ഷേപം ഒരു മൈലുറയല്ല, അത് ഒരു യാത്രയാണ് എന്ന ആശയം അദ്ദേഹം വിശദീകരിക്കുന്നു. അധ്യായം സമാപനം മാത്രമല്ല, പുനരാലോചനയ്ക്കും പ്രചോദനത്തിനും വേദിയാകുന്നു. ലിഞ്ചിന്റെ ലോങ് ടേം നിക്ഷേപ തത്വങ്ങൾ, മാർക്കറ്റ് നിരീക്ഷണങ്ങൾ, വിവരശേഖരണത്തിന്റെ പ്രാധാന്യം എന്നിവ ഈ അധ്യായത്തിൽ വിശദമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അത് നിക്ഷേപകനെ വളരെ ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാൻ പ്രചോദിപ്പിക്കുന്നു. വൺ അപ്പോൺ വാൾ സ്ട്രീറ്റ് എന്ന പുസ്തകം മികച്ച നിക്ഷേപ നിർദ്ദേശങ്ങളും പൊതുനിക്ഷേപകരെ പ്രചോദിപ്പിക്കുന്ന മികച്ച ധനകാര്യ പാഠങ്ങളുമായി സമ്പുഷ്ടമാണ്. പീറ്റർ ലിഞ്ച് ഒരു വിജ്ഞാനിയായ നിക്ഷേപകനായി തന്റെ അനുഭവങ്ങളും നിക്ഷേപ ധാരണകളും വളരെ ലളിതമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നു. ലിഞ്ച് പറയുന്നത്, സാധാരണ നിക്ഷേപകർക്ക് തന്നെ മികച്ച നിക്ഷേപ സാധ്യതകളെ തിരിച്ചറിയാൻ കഴിയും, അവർ തങ്ങളുടെ ചുറ്റുപാടുകളെ വിലയിരുത്തുമ്പോഴാണ്. ഈ പുസ്തകം തികച്ചും വ്യക്തമായും പ്രായോഗികമായും നിക്ഷേപ രീതികളെ പാഠമാക്കുന്നു. ലിഞ്ചിന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതു നിക്ഷേപകർക്ക് തങ്ങളുടെ അറിവിലും നിത്യജീവിത അനുഭവങ്ങളിലും ആശ്രയിച്ച് കമ്പനി തിരഞ്ഞെടുക്കാനാകുമെന്നാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിക്ഷേപിക്കുക എന്ന ആശയത്തിലൂടെ അദ്ദേഹം നിക്ഷേപത്തിന്റെ ഭീഷണികളെയും പരാജയങ്ങളെയും കുറിച്ച് ഭയക്കാതെ മുന്നോട്ടു പോകാൻ പ്രോത്സാഹനം നൽകുന്നു. പുതുതായി വിപണിയിലെത്തുന്ന കമ്പനികളെ പഠിച്ച് അവയുടെ വളർച്ചാ സാധ്യത തിരിച്ചറിയാൻ അദ്ദേഹം പ്രാധാന്യം നൽകുന്നു. പുസ്തകത്തിൽ ലിഞ്ച് നിക്ഷേപങ്ങളെ 3 വിഭാഗങ്ങളായി വേർതിരിക്കുന്നു: ഡേറ്റ. ഈ വിഭാഗീകരണം ഓരോ നിക്ഷേപത്തിന്റെയും വ്യക്തമായ ലാഭസാധ്യതയും റിസ്ക് പ്രൊഫൈലും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കൂടാതെ വർഷങ്ങളായി താൻ പഠിച്ച, നിർമ്മിച്ച സീൻ സ്റ്റോക്സ് കണ്ടെത്താനുള്ള തന്ത്രങ്ങളും അദ്ദേഹം പങ്കിടുന്നു. നിക്ഷേപ മേഖലയിലെ ഭയങ്ങളും അഭയം കണ്ടെത്താനുള്ള മാർഗങ്ങളും ലിഞ്ച് വളരെ വ്യക്തതയോടും ലളിതമായ ഉദാഹരണങ്ങളോടും വിശദീകരിക്കുന്നു. നിക്ഷേപത്തിലെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ പ്രാധാന്യം, മികച്ച ശ്രമങ്ങൾ, കമ്പനികളുടെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള താൽപ്പര്യം എന്നിവയെല്ലാം വായനക്കാരനെ നിക്ഷേപ രംഗത്ത് ആത്മവിശ്വാസത്തോടെ ചുവടുവയ്ക്കാൻ പ്രേരിപ്പിക്കുന്നു. മൊത്തത്തിൽ വൺ അപ്പോൺ വാൾ സ്ട്രീറ്റ് നിക്ഷേപരംഗത്തെ പ്രാപ്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന മികച്ച പുസ്തകമാണ്. നിക്ഷേപങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ബോധ്യത്തിലൂടെയും നിത്യേന അനുഭവത്തിലൂടെയും മികച്ച തിരഞ്ഞെടുപ്പുകൾ ചെയ്യാനും ഈ പുസ്തകം വളരെ സഹായകരമാണ്.